അല്ല, കോടതിയുടെ നിർദ്ദേശം വന്നു എന്ന് പറയുന്നത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞ അഡ്വക്കേറ്റ്സ് പറഞ്ഞത് സ്റ്റേറ്റ് അറ്റോർണി തന്നെയാണ് ഹാജരായത്. അപ്പോൾ അതിൽ കോടതി പറഞ്ഞു ഇപ്പോൾ ബോഡി മെഡിക്കൽ കോളേജിനെ കൈമാറാം. എന്നാൽ അവരുടെ പരാതി അവിടെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ കൈവശമുണ്ട്. ആ പരാതി സംബന്ധിച്ച് അനാട്ടമി പ്രൊഫസറായിരിക്കും അത് സംബന്ധിച്ച് കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോഡി മെഡിക്കൽ കോളേജിന് കൈമാറാവുന്നതാണ്, മെഡിക്കൽ കോളേജിന് ഏറ്റെടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ 4 മണിക്ക് നമ്മൾ കൈമാറും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൈമാറും. അതാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾ പ്രത്യേകം പറയാം. അതായത് ഈ മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഈ ബന്ധുക്കൾ മകനോടാണ് ചോദിച്ചത് എങ്ങനെ വേണം സംസ്കാരം നിങ്ങൾ ചെയ്യണം. അതിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് പറയില്ല, അത് കുടുംബം നിശ്ചയമാണ്. അപ്പോൾ മകൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞേക്കണത് ഈ ബോഡി നമ്മുടെ ഹോസ്പിറ്റലിൽ കൈമാറണം, വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടി കൈമാറണമെന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ ചർച്ച നടത്തി നിശ്ചയിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. പാർട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ ആളെ വളരെ ഉയർന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ചികിത്സ കംപ്ലീറ്റ് ആശുപത്രികളിലുള്ള ചികിത്സ മാറിയുള്ള ചികിത്സകളെല്ലാം പാർട്ടി നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷമുള്ള പിന്നെ എങ്ങനെ സംസ്കാരത്തെ വീടിൻ്റെ ആവശ്യം, വീടിൻ്റെ താല്പര്യം അത് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ സംസ്കാരം വേണമെങ്കിൽ അതൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നിശ്ചയിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത് ഞങ്ങളത് സംബന്ധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള കടലാസുകളെല്ലാം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവരുടെ മറ്റ് അഫിഡവിറ്റ് മെറ്റീരിയലെല്ലാം തയ്യാറാക്കി ഇപ്പോൾ റെഡി ആയിരിക്കുന്നുണ്ട്. അത് ആര് നമുക്കറിയില്ല. കുടുംബാംഗങ്ങൾ രാഷ്ട്രീയം കളിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. തീരുമാനം ഇത് സംബന്ധിച്ച് എടുത്തിരുന്നില്ല. അല്ല, നമ്മൾ സംസ്കാരത്തെ പറ്റി തീരുമാനം എടുത്തിട്ടില്ല. ആ സംസ്കാരത്തെ പറ്റി തീരുമാനം എടുക്കേണ്ടത് കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് പാർട്ടി നിൽക്കും. അത്രയേ ഉള്ളൂ. യെസ്, 4 മണിക്ക് ഇപ്പം തന്നെ 4 മണിക്ക് തന്നെ 3:30 മണിക്ക് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കും. 4 മണിക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടും മറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വേണ്ടപ്പെട്ട രേഖകൾ ഉൾപ്പെടെ അവർ ഏൽപ്പിക്കും. എന്നിട്ട് അവർ